എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ വീട് വെച്ചപ്പോഴത്തേക്കും അവനുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണമുണ്ടായത്. കാരണം അവൻ ചെയ്ത മിസ്റ്റേക്ക് ഇനി ഒരാളും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വീട് പണിയാൻ നേരത്ത് അവൻ ചെയ്ത ആ ഒരു മിസ്റ്റേക്കിന്റെ ഫലമായിട്ട് ലക്ഷങ്ങളോളം രൂപ അവൻ അനാവശ്യമായിട്ട് കളയേണ്ടി വരികയും ഒത്തിരി മാസങ്ങളോളം വീട് പണി ഡിലേ ആകുകയും ഒത്തിരി സ്ട്രെസ് അവന്റെ ഫാമിലിയിൽ നിന്ന് അനുഭവിക്കുകയും ചെയ്യേണ്ട അവസ്ഥ അവനുണ്ടായിട്ടുണ്ട്. അവനുണ്ടായ ആ പ്രശ്നം ഇനിയൊരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. അവൻ അനുഭവിച്ചപോലുള്ള ലക്ഷങ്ങളോളമുള്ള പൈസ അനാവശ്യമായിട്ട് കളയുന്ന രീതിയിലേക്കോ, അല്ലെങ്കിൽ മാസങ്ങളോളം ഡിലേ ആകുന്ന രീതിയിലേക്കോ, ഫാമിലിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായും കണ്ടു നോക്കുക. അവൻ വീട് വെക്കാൻ പോയ സമയത്ത് അവനൊരു ബിൽഡറെയാണ് കണ്ടത്. ആ ബിൽഡർ ഭയങ്കര സന്തോഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും. അവൻ പറയണ പോലെയൊക്കെ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ടോക്കൺ അഡ്വാൻസും മേടിച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അവസാനം വരെ ഉണ്ടായില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ അവനെ കണ്ട സമയത്ത് അവൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. കാരണം ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ നിലവിലുള്ള അടുക്കള പൊളിച്ചിട്ട് അടുക്കളയുടെ പൊസിഷൻ മാറ്റുകയും മെയിൻ ഡോർ ഉൾപ്പെടെ മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവൻ വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബിൽഡർ ഒരു ഫ്ലോർ പ്ലാൻ തന്നു. കൃത്യമായിട്ടുള്ള എക്സ്റ്റീരിയർ തന്നു. അത് വെച്ചിട്ട് പണി വർക്ക് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവന്റെ അമ്മാവനായിട്ടുള്ള ഒരാൾ വന്നിട്ട് വാസ്തുവിന്റെ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞു. അതിനുശേഷം വാസ്തു കാര്യം ഒരാളെ പോയി കാണുകയും ആ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ തെക്കുവശത്ത് ആയിരുന്നു അതിന്റെ അടുക്കള വന്നിരിക്കുന്നത്. അപ്പോൾ ആ അടുക്കളയുടെ പൊസിഷനും കാര്യങ്ങളും മാറണമെന്ന് പറയും. ആ അടുക്കള കാര്യങ്ങൾ മാറിയും അതിലൊരു മെയിൻ ഡോർ മാറിയും അതുപോലുള്ള കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും അവന്റെ ബഡ്ജറ്റ് താളം തെറ്റിയും അതുപോലെ ഫാമിലിയിലാണെങ്കിലും ഇതേപോലെ അനാവശ്യമായിട്ട് പൈസ കളഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായും. അങ്ങനെ ടോട്ടലായിട്ട് അവൻ ആകെ താഴ്ന്നു നിൽക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതേപോലെ പണി തുടങ്ങിയും അതിനുശേഷം മാറ്റങ്ങൾ വരുത്തുകയും റീഡിസൈൻ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുമുണ്ട്. ഞാൻ അവനോട് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞ അവന്റെ മനസ്സിൽ അന്നേരം ആകെ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വാസ്തുവിന്റെ കംപ്ലൈന്റ് ഉള്ള രീതിയിലേക്ക് വീട് ഫുള്ളായിട്ട് ഫർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം തൊട്ട് സമാധാനവും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ റീഡിസൈൻ ചെയ്ത് റീവർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? സാമ്പത്തികമായിട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് ബർഡൻ വരും. അതിൽ ഏതാണ് വേണ്ടതെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് പോകാൻ നേരത്ത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഓർത്താണ് ഇപ്പോഴേ തന്നെ മാറ്റിയത് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് പോലും അവന് മാറ്റിയപ്പോൾ പോലും അവന്റെ ലക്ഷങ്ങളോളം രൂപ അനാവശ്യമായിട്ട് അവൻ പിന്നെയും റീവർക്ക് ചെയ്ത് കളയേണ്ടി വന്നു. എനിക്ക് അവനിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ബിൽഡർ കൊടുത്തേക്കുന്ന ഫ്ലോർ പ്ലാൻ ആ ബിൽഡർ വേറെ എവിടെയോ ചെയ്തേക്കുന്ന അതേ ഫ്ലോർ പ്ലാൻ തന്നെയാണ്. ചിലപ്പോൾ ആ സ്ഥലത്തനുസരിച്ച് വാസ്തുപ്രകാരം ചെയ്തെന്ന് ദർശനത്തിനനുസരിച്ച് അത് കൃത്യമായിട്ടുള്ള രീതിയായിരിക്കും. പക്ഷെ എല്ലാ ദർശനത്തിലും ഒരേ ഫ്ലോർ പ്ലാൻ ഒരേപോലെ ആകത്തില്ല. അപ്പൊ ആ ദർശനത്തിനനുസരിച്ച് അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റി വേണമായിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാസ്തുപ്രകാരം കൃത്യമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ചെയ്തതിന്റെ ദർശനം വേറെ ഇവന്റെ വീടിന്റെ ദർശനം വേറെ. പക്ഷെ അദ്ദേഹത്തിന് വാസ്തുപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നോളജോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇവനോട് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇത് വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ട് ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാൻ ആണ് എന്നും പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ഇതേപോലുള്ള കാര്യങ്ങളെ പറ്റി ടെക്നിക്കലായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ആ മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായത്. അതേപോലെ തന്നെ അവൻ ആ കിട്ടിയ ഫ്ലോർ പ്ലാൻ അതേപോലെ തന്നെ വാസ്തുപ്രകാരം കൃത്യമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആണെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അത് നോക്കാതെ ആരുടെയെങ്കിലും ഒരാളുടെ അടുക്കും ഒരു കൺസൾട്ടേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ചോദിക്കാനായിട്ടോ ഈ ഒരു ഫ്ലോർ പ്ലാൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചാൽ മതിയായിരുന്നു. അടുത്തുള്ള വാസ്തു വികാരി ആളുടെ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് അവൻ ആ ഒരു മണ്ടത്തരമാണ് അവൻ കാണിച്ചത്. ആ ഒരു മണ്ടത്തരത്തുകൊണ്ട് അവന് നഷ്ടമായത് ലക്ഷങ്ങളോളം രൂപയുടെ വിലയാണ് ഉള്ളത്. അതുപോലെ തന്നെ അവന് അത്രയും സമയം നഷ്ടമായി. ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവനുണ്ടായി. പക്ഷെ ഇതെല്ലാം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ തീരുമാനിച്ചാലും വരാനുള്ളത് വഴി തടയില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അവന് അനുഭവിക്കാൻ യോഗമുണ്ടായിരിക്കാം. പക്ഷേ ഇതേപോലെ ഓരോ പ്രശ്നങ്ങളിലൂടെ അവൻ അനുഭവിച്ചു. ഇനി അതേപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും എന്റെ കയ്യിൽ നിന്നാണെങ്കിലും വേറെ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ഫ്ലോർ പ്ലാൻ മേടിച്ച് കഴിഞ്ഞാലും തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരാൾ കൂടെ നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ആ രണ്ടാമത്തെ ആളും അത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം. അതല്ല രണ്ടാമത്തെ ആളുകൾ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത ആളോട് നിങ്ങൾക്ക് പറയാം. ഇന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത്. അപ്പൊ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പേടിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ളത് വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ടുള്ള ഒരേ ഫ്ലോർ പ്ലാൻ പല സ്ഥലങ്ങളിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആകില്ല എന്നുള്ളതാണ്. ആ സ്ഥലത്തിനനുസരിച്ച് ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിച്ച് വേണം ചെയ്യാനായിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്ലാൻ വാസ്തുപ്രകാരമായിട്ട് ചെയ്തേക്കുന്ന പ്ലാൻ തന്നെയാണ്. പക്ഷെ ആ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്ഥലത്തിന് യോജിച്ച രീതിയിലല്ലായിരുന്നു. കാരണം അതിന്റെ ദർശനം കാര്യങ്ങളൊക്കെ മാറിയായിരുന്നു. അതൊന്നും നോക്കാതെ ആ വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ തന്നെ അതെടുത്ത് അവരുടെ സ്ഥലത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകത അനുസരിച്ച് കൃത്യമാക്കിയിട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത്. അത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാസ്തു വികാരി നാളെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക.
ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് വാസ്തുവിന്റെ പ്രകാരം മാത്രമല്ല സ്പേസും കൂടെ ഒപ്റ്റിമൈസേഷൻ ചെയ്തതിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ കൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറ്റുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. 2026 ആകുമ്പം കേരളത്തിൽ എല്ലായിടത്തും വന്നിട്ട് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുകയും അതുപോലെ ബിൽഡിങ്ങും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ഈ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ വീട് വെക്കാൻ പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾക്കൂടെ നിങ്ങൾ അവസരം കൊടുക്കുക. അവരെങ്ങനെയായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വെബിനാറിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വെബിനാർ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രസ് ആകുവാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ സേവനം എടുക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് നിങ്ങളെ എ ടു സെഡ് കാര്യങ്ങൾ അവർ സഹായിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത്. കാരണം ഇതിനകത്ത് എഞ്ചിനീയർ ഉണ്ട്, വാസ്തു വികാരം ചെയ്യുന്ന ആളുണ്ട്, ബിൽഡർ ഉണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടേതായ നോളജ് ഷെയർ ചെയ്യും. അവർ ബാക്കിയുള്ളവർക്കും നോളജ് കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സെലക്ഷൻ ആണെങ്കിലും, മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തിൻ്റെ കേസിലാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർക്ക് നല്ല നോളജ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിൽഡർ ആരാണോ അവരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അവരേതാണ് ഫ്ലോർ പ്ലാൻ ആണോ ചെയ്യുന്നത് ആ ഫ്ലോർ പ്ലാനായിട്ട് നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലത്തെ റീവർക്ക് ചെയ്യേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം രണ്ടാമതൊരാളുടെ കൂടെ ഓപ്ഷൻ കൂടെ എടുത്തിട്ട് ഒപ്പീനിയൻ കൂടെ എടുത്തിട്ട് അത് ഫൈനലൈസ് ചെയ്യുക. 100% നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ നിങ്ങളുടെ സ്ഥലത്തിന് യോജിച്ച രീതിയിൽ വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും പ്രകാരം കൃത്യമാകുന്ന രീതിയിൽ റീഡ് വർക്കിൻ്റെകൾക്കോ അല്ലെങ്കിൽ റീഡിസൈനുകളിലേക്കോ പിന്നീട് പോകാത്ത രീതിയിലേക്ക് നമ്മൾ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് കഴിഞ്ഞാൽ കൃത്യമാക്കിയിട്ട് ആ ഫർണിച്ചർ വരെ എവിടെയാണ് ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് തുടങ്ങുക. പിന്നെ വർക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു കാരണവശാലും റീവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനോ പോകരുത്. ആ രീതിയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ 100% കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ അനാവശ്യമായിട്ട് ചിലവുകളും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരയ്ക്കുന്നത്, അവരെങ്ങനെയാണ് 2026 കാലഘട്ടം ആവുമ്പോൾ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ ഒരു ഫ്രീ വെബിനാറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. ഫ്രീ ആയിട്ടുള്ള വെബിനാറാണ്. അത് കണ്ടതിന് ശേഷം അവരെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകളുടെ സഹായം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവ് നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.